കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായേ. അപ്പോൾ ആദ്യം തന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച്, പിന്നെ ബാക്കിയുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് വേവിച്ചെടുത്തു. പിന്നെ ചീനച്ചട്ടിയിൽ ഓയിലൊന്നും ഒഴിക്കാതെ ജീരകം പൊട്ടിച്ചെടുത്തിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ നമ്മൾ വേവിച്ചതിൻ്റെ, അത് അതിലോട്ട് ഒഴിച്ച് ഒന്ന് ചൂടായപ്പോൾ അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നപ്പോൾ വേവിച്ച് വെച്ച ബീഫ് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുറുകി വന്നപ്പോൾ അതിലോട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ളത് നന്നായി അതൊന്ന് മിക്സ് ആയപ്പോൾ അതിന് മുകളിലേക്ക് സവാള ചേർത്ത് കൊടുത്തു. പിന്നെ അതൊന്ന് നന്നായി സെറ്റായി വന്നപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. അരിഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി അതിനൊന്ന് വറ്റിച്ചെടുത്തു. ഇത് ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് കേട്ടോ രസം. പിന്നെ എല്ലാ സാധനങ്ങളും കുറച്ച് കുറച്ച് ചേർത്താൽ മതി, അപ്പോഴാണ് ടേസ്റ്റ്.